ആദ്യ എപ്പിസോഡിലെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സിന് ശേഷം വിന്റർഫെല്ലിലും വെസ്റ്ററോസിലും കാര്യങ്ങൾ എങ്ങനെ മാറിമറിയുന്നു എന്ന് നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് കടലിനക്കരെ ദോത്രാക്കി സീയിൽ നിന്നാണ്. ഡെനേരീസ് കുതിരസവാരി ചെയ്ത് ആകെ തളർന്നിരിക്കുകയാണ്. അവൾക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. പക്ഷേ ജോറ മോർമണ്ട് അവളോട് ഒരു വിചിത്രമായ കാര്യം പറയുന്നു. ജോറ പറഞ്ഞു, ദോത്രാക്കികൾക്ക് 2 കാര്യങ്ങളാണ് പ്രധാനം: പുല്ലും കുതിരകളും. പക്ഷെ മനുഷ്യർക്ക് പുല്ലു തിന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. അഷയ്ക്കപ്പുറമുള്ള ഷാഡോ ലാൻഡ്സിൽ ഗോസ്റ്റ് ഗ്രാസ് എന്നൊരുതരം പുല്ലുണ്ടത്രേ. പാൽ പോലെ വെളുത്ത രാത്രിയിൽ തിളങ്ങുന്ന പുല്ല്. അത് മറ്റെല്ലാ പുല്ലുകളെയും കൊന്നൊടുക്കും. ദോത്രാക്കികൾ വിശ്വസിക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഈ ഗോസ്റ്റ് ഗ്രാസ് ലോകം മുഴുവൻ മൂടും. അങ്ങനെ ലോകം അവസാനിക്കുമെന്നാണ്. ക്യാമ്പിലെത്തിയ ശേഷം വിസേരീസും ജോറായും തമ്മിൽ സംസാരിക്കുന്നു. ജോറ അവനെ പെൻറ്റോസിലേക്ക് തിരിച്ചുപോയി സുഖമായി ജീവിക്കാൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ വിസേരീസിന്റെ അഹങ്കാരം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. വിസേരീസ് പറഞ്ഞു, എനിക്ക് സുഖസൗകര്യങ്ങളൊന്നും വേണ്ട മോർമണ്ട്. ഡ്രോഗോ എനിക്ക് വാക്ക് തന്ന ആ കിരീടം കിട്ടുന്നതുവരെ ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കും. ഈ കാടൻ ജീവിതം സഹിക്കാം, പക്ഷെ തലവെട്ടുന്നത് സഹിക്കാൻ പറ്റില്ലല്ലോ. അവൻ ജോറയോട് ചോദിക്കുന്നുണ്ട്, നെഡ് സ്റ്റാർക്ക് എന്തിനാണ് നിന്നെ നാടുകടത്തിയത് എന്ന്. അടിമക്കച്ചവടം നടത്തിയതിനാണ് എന്ന് ജോറ സമ്മതിക്കുന്നു. വിസേരീസ് പറഞ്ഞു, ഞാൻ രാജാവാകുമ്പോൾ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കൊന്നും ആരെയും ശിക്ഷിക്കില്ല. ഇനി വിന്റർഫെല്ലിലേക്ക് വരാം. അവിടെ എല്ലാവരും കിങ്സ് ലാൻഡിംഗിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ടിരിയൻ ലാനിസ്റ്റർ നായ്ക്കളെ വളർത്തുന്ന കൂട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവിടേക്ക് ജോഫ്രി വരുന്നു. ജോഫ്രി പറഞ്ഞു, അമ്മാവ, നമ്മളിന്ന് യാത്ര തിരിക്കുകയാണ്. അമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ടിരിയൻ എഴുന്നേറ്റിട്ട് ജോഫ്രിയോട് പറയുന്നു, പോകുന്നതിനു മുൻപ് സ്റ്റാർക്ക് കുടുംബത്തെ കണ്ട് ആശ്വാസമറിയിക്കണമെന്ന്. പക്ഷേ ജോഫ്രിയുടെ മറുപടി വളരെ ധിക്കാരം നിറഞ്ഞതായിരുന്നു. ജോഫ്രി പറഞ്ഞു, വാട്ട് ഗുഡ് വിൽ മൈ സിംപത്തീസ് ഡു ദം? എന്റെ സഹതാപം കൊണ്ട് അവർക്ക് എന്തു ഗുണം കിട്ടാനാണ്? ആ കുട്ടി എനിക്കൊന്നുമല്ല. എനിക്ക് സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കാൻ താൽപ്പര്യവുമില്ല. ഇത് കേട്ടതും ടിരിയനിന്റെ നിയന്ത്രണം പോയി. അവൻ ജോഫ്രിയുടെ കരണത്ത് ആഞ്ഞടിക്കുന്നു, ഇനിയൊരക്ഷരം മിണ്ടിയാൽ നിന്നെ ഞാൻ വീണ്ടും തല്ലും. ജോഫ്രി പറഞ്ഞു, ഞാൻ അമ്മയോട് പറയും എന്നു പറഞ്ഞതും വീണ്ടും ഒരടി കൂടി. ടിരിയൻ പറഞ്ഞു, പോയി പറ. പക്ഷെ പോകുന്നതിനു മുൻപ് ലോർഡ് സ്റ്റാർക്കിനെയും ലേഡി സ്റ്റാർക്കിനെയും കാണണം. നിന്റെ പ്രാർത്ഥനകൾ അവർക്കൊപ്പമുണ്ടെന്ന് പറയണം. മനസ്സിലായോ? അതിനുശേഷം ജോഫ്രി പോയ ഉടനെ അവന്റെ അംഗരക്ഷകനായ സാൻഡോർ ക്ലിഗെയിൻ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു, രാജകുമാരൻ ഈ ചെയ്തതോർത്തിരിക്കും, ലിറ്റിൽ ലോർഡ്. ഇത് കേട്ട് ടിരിയൻ ഒട്ടും കൂസാതെ പരിഹാസത്തോടെ മറുപടി നൽകി, അവൻ ഓർത്താൽ നന്ന്. ഇനി അവൻ മറന്നുപോയാൽ നീയൊരു നല്ല പട്ടിയെപ്പോലെ അവനെ ഓർമ്മിപ്പിച്ചാൽ മതി. എനിക്ക് വിശക്കുന്നു, പ്രാതൽ കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ടിരിയൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ടിരിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നു. അവിടെ സെർസിയും ജെയ്മേയും കുട്ടികളുമുണ്ട്. ബ്രാൻ മരിക്കില്ല, അവൻ ജീവിക്കും എന്ന് മാസ്റ്റർ പറഞ്ഞ കാര്യം ടിരിയൻ അവതരിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സെർസിയുടെയും ജെയ്മേയുടെയും മുഖം മാറുന്നുണ്ട്. കാരണം ബ്രാൻ ഉണർന്നാൽ സത്യം പുറത്തുവരുമല്ലോ. സെർസി പറഞ്ഞു, ആ കുട്ടിയെ ഇങ്ങനെ വേദന തിന്ന് ജീവിക്കാൻ വിടുന്നത് ക്രൂരതയല്ലേ? അവൻ ജീവിച്ചാൽ തന്നെ അതൊരു വികലാംഗനായുള്ള ജീവിതമായിരിക്കില്ലേ? എനിക്ക് നല്ലൊരു മരണമാണിഷ്ടമെന്ന് ജെയ്മിയും പറയുന്നു. പക്ഷെ ടിരിയൻ അവിടെ ഒരു ഉഗ്രൻ മറുപടി കൊടുക്കുന്നുണ്ട്. ടിരിയൻ പറഞ്ഞു, ഡെത്ത് ഇസ് സോ ഫൈനൽ വെറാസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റീസ്. മരണം എല്ലാത്തിന്റെയും അവസാനമാണ്. എന്നാൽ ജീവിതം അത് നിറയെ സാധ്യതകളാണ്. ബ്രാൻ എഴുന്നേൽക്കട്ടെ, അവന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ വാക്കുകൾ ജെയ്മിയെ ഒന്ന് ഭയപ്പെടുത്തുന്നുണ്ട്. സെർസി ബ്രാനിന്റെ മുറിയിൽ കാറ്റ്ലിനെ കാണാൻ ചെല്ലുന്നു. അവിടെ നടക്കുന്നത് വളരെ വിചിത്രമായ ഒരു സംഭാഷണമാണ്. തന്റെ ജീവിതത്തിലെ വലിയൊരു രഹസ്യം കാറ്റ്ലിനുമായി പങ്കുവയ്ക്കുന്നു. സെർസി പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു കുട്ടിയുണ്ടായിരുന്നു, കറുത്ത മുടിയുള്ള ഒരു സുന്ദരൻ. പക്ഷെ പനി വന്ന് അവൻ മരിച്ചുപോയി. അവന്റെ ശരീരം കൊണ്ടുപോയപ്പോൾ റോബർട്ട് എന്നെ ചേർത്തുപിടിച്ചു. ഞാൻ ബഹളം വെച്ചു കരഞ്ഞു എന്നൊക്കെ അവൾ കാറ്റ്ലിനോട് പറയുന്നു. നിന്റെ കുട്ടിയെ തിരിച്ചു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അത് കേൾക്കട്ടെ എന്നൊക്കെ അവൾ പറയുന്നു. ഇതിലൂടെ കൃത്യമായി നമുക്ക് സെർസിയുടെ സ്വഭാവം മനസ്സിലാക്കാം. ഇതേസമയം പുറത്ത് ജോൺ സ്നോ തന്റെ വാളിന് മൂർച്ച കൂട്ടാൻ കൊടുക്കുകയാണ്. അവിടേക്ക് ജൈമെ വരുന്നു. എ സോഡ് ഫോർ ദ വാൾ, മതിലിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാളോ? ജൈമെ ജോണിനെ പരിഹസിച്ചാണ് സംസാരിക്കുന്നത്. നൈറ്റ്സ് വാച്ചിലേക്ക് പോകുന്നത് വലിയ കാര്യമായി ജോൺ കാണുമ്പോൾ ജൈമെ അതിനെ പുച്ഛിക്കുകയാണ്. അവിടെ സേവിക്കുന്നത് വലിയൊരു ത്രില്ലായിരിക്കും. വൈൽഡ്ലിങ്സിനെയും വൈറ്റ് വാക്കേഴ്സിനെയും ഒക്കെ തടയാലോ? എന്തായാലും നന്നായി. ഇറ്റ്സ് ഓൺലി ഫോർ ലൈഫ്, ജീവിതാവസാനം വരെ മാത്രമാണല്ലോ എന്നു പറഞ്ഞ് ജൈമെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ജോൺ ആര്യായുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ജോൺ അവൾക്കൊരു സമ്മാനം നൽകുന്നു, ഒരു ചെറിയ വാൾ. അവൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അത് വളരെ ഇഷ്ടമായി. ജോൺ പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് കളിപ്പാട്ടമല്ല, നിന്നെപ്പോലെ തന്നെ മെലിഞ്ഞതാണിതും. ജോൺ അവൾക്ക് ആദ്യത്തെ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നു. ജോൺ പറഞ്ഞു, ഫസ്റ്റ് ലെസൺ, സ്റ്റിക്ക് ദം വിത്ത് ദ പോയിന്റി എൻഡ്. ആദ്യം പഠിക്കേണ്ടത് കൂർത്ത അറ്റം കൊണ്ട് കുത്താനാണ്.
ആര്യ ആ വാളിന് നീഡിൽ എന്ന് പേരിടുന്നു. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് പിരിയുന്നു. അവിടെ നിന്ന് ജോൺ യാത്ര പറയാൻ ബ്രാനിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ കാറ്റ്ലിനുണ്ട്. ജോൺ പറഞ്ഞു, ഞാൻ ബ്രാനിനോട് യാത്ര പറയാൻ വന്നതാണ്. പക്ഷെ കാറ്റ്ലിന്റെ മറുപടി വേദനിപ്പിക്കുന്നതായിരുന്നു. അവൾ പറഞ്ഞു, പറഞ്ഞില്ലേ ഇനി പൊയ്ക്കൂടെ. അവളുടെ പെരുമാറ്റം ജോണിനെ വേദനിപ്പിച്ചു. അവൻ ഉറങ്ങിക്കിടക്കുന്ന ബ്രാന്റെ അടുത്തേക്ക് ചെന്നു അവനോട് സംസാരിച്ചു. നീ ഉണരുമ്പോൾ കൂടെയുണ്ടാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അമ്മാവൻ ബെഞ്ചിന്റെ കൂടെ വടക്കോട്ട് പോവുകയാണ്, നൈറ്റ്സ് വാച്ചിൽ ചേരാൻ. നമ്മൾ എപ്പോഴും മതിലിലേക്ക് പോകുന്നതിനെപ്പറ്റി സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. അസുഖം ഭേദമാകുമ്പോൾ നീ കാസിൽ ബ്ലാക്കിലേക്ക് വരണം. നമുക്ക് മതിലിനപ്പുറത്തേക്ക് നടക്കാൻ പോകാം. ജോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റലിന്റെ നിയന്ത്രണം വിട്ടു. അവൾക്കത് കേട്ടുനിൽക്കാൻ കഴിഞ്ഞില്ല. കാറ്റലിൻ ശബ്ദമുയർത്തി, നീ ഇവിടെ നിന്ന് പോകണം, എനിക്ക് നിന്നെ കാണണ്ട. ആ സമയത്ത് നെഡ് മുറിയിലേക്ക് കടന്നുവന്നു. അച്ഛനെ ഒന്ന് നോക്കിയ ശേഷം വേഗത്തിൽ പുറത്തേക്ക് പോയി. കാറ്റ്ലിൻ പറഞ്ഞു, 17 വർഷം മുൻപ് നിങ്ങൾ റോബർട്ടിനൊപ്പം യുദ്ധത്തിന് പോയി. 1 വർഷം കഴിഞ്ഞ് തിരിച്ചുവന്നത് മറ്റൊരു സ്ത്രീയിലുള്ള കുട്ടിയുമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും പോകുന്നു. നെഡ് പറഞ്ഞു, എനിക്ക് വേറെ വഴിയില്ല കാറ്റ്ലിൻ. പുരുഷന്മാർ എപ്പോഴും പറയുന്ന ന്യായമാണിത്. നിങ്ങൾ കുടുംബത്തോട് പറയുന്നതും സ്വയം വിശ്വസിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. നിങ്ങൾക്ക് വേറെ വഴിയുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളിത് തെരഞ്ഞെടുത്തു. എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ വയ്യ നെഡ്. നെഡ് അവളെ അടുത്തുചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നെഡ് പറഞ്ഞു, നിനക്ക് സാധിക്കും, നിനക്ക് സാധിച്ചേ തീരൂ. നെഡും ജോണും യാത്ര തിരിക്കുന്നു. വഴിയിൽ വെച്ച് അവർക്ക് പിരിയേണ്ടി വരുന്നു. നെഡ് തെക്കോട്ടും ജോൺ വടക്കോട്ടും. പിരിയുന്ന നേരത്ത് നെഡ് ഒരു പ്രധാന കാര്യം പറയുന്നു. നിനക്കെന്റെ പേരില്ലായിരിക്കാം, പക്ഷേ നിന്റെ സിരകളിൽ ഒഴുകുന്നത് എന്റെ ചോരയാണ്. ജോൺ ആകാംക്ഷയോടെ ചോദിക്കുന്നു, എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അവർക്ക് എന്നെക്കുറിച്ചറിയാമോ? നെഡ് മറുപടി നൽകി, അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറയാം. ആ വാക്കും നൽകി നെഡ് പോകുന്നു. യാത്രയ്ക്കിടയിൽ റോബർട്ടും നെഡും പഴയ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പഴയ കാമുകിമാരെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമൊക്കെ. റോബർട്ട് പറഞ്ഞു, നമ്മളന്ന് ചെറുപ്പമായിരുന്നില്ലേ നെഡ്? യുദ്ധങ്ങൾ, സ്ത്രീകൾ. റോബർട്ട് ജോണിന്റെ അമ്മയായ വൈലയെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ നെഡ് ആ പേര് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതലൊന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് റോബർട്ട് സീരിയസ് ആകുന്നു. ഒരു ദൂതൻ വഴി ഡെനേറിസ് ടാർഗാരിയൻ വിവാഹിതയായ വിവരം റോബർട്ട് അറിഞ്ഞിട്ടുണ്ട്. ഡെനേറിസ് ടാർഗാരിയൻ ആ ദോത്രാക്കിയെ വിവാഹം കഴിച്ചു. അവൾക്ക് നമ്മൾ വിവാഹ സമ്മാനം കൊടുക്കണ്ടേ? നല്ല മൂർച്ചയുള്ള ഒരു കത്തിയും അതുപയോഗിക്കാൻ ധൈര്യമുള്ള ഒരാളെയും. അവളെ കൊല്ലണം എന്നാണ് റോബർട്ടിന്റെ പക്ഷം. പക്ഷെ നെഡ് സമ്മതിക്കുന്നില്ല. നെഡ് പറഞ്ഞു, അവളൊരു കുട്ടിയല്ലേ റോബർട്ട്? കുട്ടിയോ? അവൾ വൈകാതെ ഗർഭിണിയാകും. ആ ദോത്രാക്കികൾ കടൽ കടന്നാൽ എന്തു ചെയ്യും? ഒരു യുദ്ധം വരുന്നുണ്ട് നെഡ്. എപ്പോഴാണെന്നറിയില്ല, പക്ഷെ വരുന്നുണ്ട് എന്ന് പറയുന്നു. കടലിനക്കരെ ഡ്രോഗോയും ഡെനേറിസും ഒപ്പമുള്ള രംഗം. അവൾക്കൊട്ടും താൽപ്പര്യമില്ലാതെ വേദനയോടെയാണ് ആ നിമിഷങ്ങൾ കടന്നുപോകുന്നത് എന്ന് വ്യക്തമാണ്. മതിലിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ബെഞ്ചൻ സ്റ്റാർക്ക് കൂടെയുള്ള തടവുകാരെ നോക്കി നിർദ്ദേശം നൽകുന്നു. ടിരിയൻ ആ തടവുകാരെ നോക്കി പുച്ഛത്തോടെ ജോൺ സ്നോയോട് സംസാരിക്കുന്നു. പീഡനക്കേസിലെ പ്രതികൾ. അവർക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടാകും, സംശയമില്ല. ഒന്നെങ്കിൽ ലിംഗം ഛേദിക്കുക, അല്ലെങ്കിൽ മതിലിൽ പോകുക. ഭൂരിഭാഗം പേരും മതിൽ തിരഞ്ഞെടുത്തു. ടിരിയൻ വീണ്ടും വായനയിലേക്ക് തിരിയുന്നു. അതുകണ്ട് ജോൺ ചോദിച്ചു, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വായിക്കുന്നത്? ടിരിയൻ പറഞ്ഞു, എന്നെ നോക്കൂ, നീ കാണുന്നത് ഒരു കുള്ളനെയാണ്. ഞാനൊരു കർഷകന്റെ മകനായിരുന്നെങ്കിൽ എന്നെ അവർ കാട്ടിലുപേക്ഷിച്ചേനെ, മരിക്കാൻ വിട്ടേനെ. പക്ഷേ കഷ്ടകാലത്തിന് ഞാൻ ജനിച്ചത് ലാനിസ്റ്റർ കുടുംബത്തിലാണ്. എന്റെ അച്ഛൻ 20 വർഷം രാജാവിന്റെ വലങ്കയായിരുന്നു, ഹാൻഡ് ഓഫ് ദ കിങ്. ഇത് കേട്ട് ജോൺ ഉടനെ പറഞ്ഞു, രാജാവിനെ നിന്റെ അനിയൻ കൊല്ലുന്നതുവരെ അല്ലേ? ടിരിയൻ പറഞ്ഞു, അതെ, എന്റെ സഹോദരൻ കൊന്നതുവരെ. ജീവിതം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ജോൺ. എന്റെ ചേച്ചി പുതിയ രാജാവിനെ വിവാഹം കഴിച്ചു. എന്റെ വെറുപ്പുളവാക്കുന്ന മരുമകൻ അടുത്ത രാജാവാകും. കുടുംബത്തിന്റെ മാനം കാക്കാൻ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? എന്റെ സഹോദരന് അവന്റെ വാളുണ്ട്. വാളിന് മൂർച്ച കൂട്ടാൻ വെഡ്സ്റ്റോൺ വേണ്ടതുപോലെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടാൻ പുസ്തകങ്ങൾ വേണം. അതാണ് ഞാൻ ഇത്രയധികം വായിക്കുന്നത്. അവൻ വായന നിർത്തി ജോണിനെ നോക്കി. എന്നിട്ട് ജോണിനോട് ചോദിച്ചു, നിന്റെ കഥയെന്താണ് ബാസ്റ്റാർഡ്? ജോണിന് ബാസ്റ്റാർഡ് എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ജോണ് പറഞ്ഞു, നല്ല രീതിയിൽ ചോദിച്ചാൽ പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കാറ്റലിൻ സ്റ്റാർക്ക് ബ്രാൻഡ് കട്ടിലിനരികിൽ തന്നെ ഇരിക്കുകയാണ്. മേസ്റ്റർ മുറിയിലേക്ക് കടന്നുവരുന്നു. ഭരണകാര്യങ്ങൾ നോക്കാൻ കാറ്റലിന്റെ അനുവാദം ചോദിക്കാനാണ് അദ്ദേഹം വന്നത്. മൈലേഡി, നമുക്ക് കണക്കുകളൊന്ന് നോക്കണം. രാജാവിന്റെ സന്ദർശനം മൂലം നമുക്ക് എത്ര ചിലവ് വന്നു എന്ന് ലേഡി അറിയേണ്ടതുണ്ട്. കാറ്റലിൻ മുഖം ഉയർത്താതെ തന്നെ മറുപടി പറഞ്ഞു, അതൊക്കെ പൂളിനോട് സംസാരിക്കൂ. മേസ്റ്റർ ലുവിൻ പറഞ്ഞു, പൂൾ ലോർഡ് സ്റ്റാർക്കിനൊപ്പം തെക്കോട്ട് പോയി മൈലേഡി. നമുക്ക് പുതിയൊരു സ്റ്റ്യൂവേർഡ് വേണം. അതുപോലെ വേറെയും കുറേ നിയമനങ്ങൾ നടത്താനുണ്ട്. അത് അത്യാവശ്യമാണ്. ഇത് കേട്ടതും കാറ്റലിന് ദേഷ്യം വന്നു. കാറ്റലിൻ ശബ്ദമുയർത്തി, എനിക്ക് അപ്പോയിന്റ്മെന്റ്സിനെക്കുറിച്ചൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്നു. ഇതുകണ്ട് റോബ് സ്റ്റാർക്ക് മുന്നോട്ട് വന്നു. അവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തു.
അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നോക്കിക്കോളാം. നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. മെയ്സ്റ്റർ പോയ ശേഷം റോബ് കാറ്റലിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ മരിക്കില്ല അമ്മേ. അപകടം ഒഴിഞ്ഞു എന്ന് മെയ്സ്റ്റർ ലുവിൻ പറഞ്ഞല്ലോ. അയാള് പറഞ്ഞത് തെറ്റാണെങ്കിലോ? ഇവനെന്നെ ആവശ്യമുണ്ട് എന്ന് കാറ്റ്ലിൻ പറയുന്നു. റിക്കോണിനും അമ്മയെ ആവശ്യമുണ്ട്. അവന് 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയില്ല. ദിവസം മുഴുവൻ ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ കാലിൽ തൂങ്ങിപ്പിടിച്ച് കരയുകയാണ് അവൻ. ഇത് പറഞ്ഞ ഉടൻ പെട്ടെന്ന് പുറത്ത് ചെന്നായകൾ ഓരിയിടുന്ന ശബ്ദം കേട്ടു. റോബ് ജനലിനടുത്തേക്ക് ചെന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. പുറത്ത് തീപിടുത്തം. റോബ് വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. മുറിയിൽ കാറ്റലിനും അബോധാവസ്ഥയിലുള്ള ബ്രാനും മാത്രം. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാതെ ഒരു കൊലയാളി മുറിയിലേക്ക് കടന്നുവന്നു. അവൻ ചുറ്റും നോക്കി. അവൻ ബ്രാന്റെ അടുത്തേക്ക് നടന്നു. കയ്യിൽ ഒരു കത്തിയെടുത്തു. അവൻ ബ്രാനെ കൊല്ലാൻ തുനിഞ്ഞതും കാറ്റലിൻ ചാടി വീണു. അവൾ ആ കത്തിയിൽ വെറും കൈകൊണ്ട് പിടിച്ചു. മൽപ്പിടുത്തത്തിനിടയിൽ അവളുടെ 2 കൈകളും ആഴത്തിൽ മുറിഞ്ഞു. അവൻ വീണ്ടും ബ്രാന്റെ അടുത്തേക്ക് നീങ്ങി. ബ്രാന്റെ തൊട്ടടുത്ത് എത്തിയതും ബ്രാന്റെ ഭീമൻ ചെന്നായ ഡയർവുൾഫ് ചാടി വീണു. അത് അവന്റെ കഴുത്ത് കടിച്ചുകീറി കൊലപ്പെടുത്തി. പിന്നീട് ആ ചെന്നായ ബ്രാനിന്റെ അടുത്ത് വന്ന് ശാന്തമായി കിടക്കുന്നു. ബ്രാനെ ആർക്കെങ്കിലും ഒന്ന് തുടണമെങ്കിൽ അവന്റെ ചെന്നായെ ആദ്യം കൊല്ലണം. ഇത് ശരിക്കും ഒരു രോമാഞ്ചം തരുന്ന സീനായിരുന്നു. അങ്ങനെ കടലിനക്കരെ ഡെനേറിസ് തന്റെ തോഴിയായ ഡോറിയായോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഡ്രോഗോയെ സന്തോഷിപ്പിക്കുക എന്ന്. ഡോറിയ പറഞ്ഞു, നീ അടിമയല്ല, നീ ഖലീസിയാണ്. അടിമയെപ്പോലെ കിടന്നുകൊടുക്കരുത്. അന്ന് രാത്രി ഡ്രോഗോ വരുമ്പോൾ ഡെനേറിസ് കരയുന്നില്ല. അവൾ ഡ്രോഗോയുടെ കണ്ണുകളിലേക്ക് നോക്കി നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇത് ഡ്രോഗോക്കും ഇഷ്ടമാകുന്നു. വിന്റർഫെല്ലിൽ കാറ്റലിൻ ബ്രാൻ വീണ സ്ഥലത്ത് പരിശോധിക്കുന്നു. അവിടെ തറയിൽ നിന്ന് അവൾക്കൊരു നീളമുള്ള സ്വർണ്ണ തലമുടി കിട്ടുന്നു. പിന്നീട് ഗോഡ്സ്വുഡിൽ വെച്ച് കാറ്റ്ലിൻ, റോബ്, തിയോൺ, മേസ്റ്റർ ലൂവിൻ എന്നിവർ രഹസ്യമായി സംസാരിക്കുന്നു. കാറ്റ്ലിൻ ആ കൊലയാളിയുടെ കത്തി കാണിക്കുന്നു. ഇതൊരു സാധാരണ കത്തിയല്ല, വെലീരിയൻ സ്റ്റീൽ ആണ്. പിടിയാണെങ്കിൽ ഡ്രാഗൺ ബോൺ. ഇത്രയും വില കൂടിയ ആയുധം അവൻ ഉപയോഗിക്കില്ല. ആരോ അവന് കൊടുത്തതാണ്. കാറ്റ്ലിൻ പറയുന്നു, ലാനിസ്റ്റേഴ്സ്. അവർ ബ്രാനിനെ കൊല്ലാന് നോക്കിയതാണ്. ഈ വിവരം നെഡ് സ്റ്റാർക്കിനെ അറിയിക്കാൻ കാറ്റ്ലിൻ നേരിട്ട് കിങ്സ് ലാൻഡിംഗിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. റോബിനെ വിന്റർഫെൽ ഏൽപ്പിച്ച് അവൾ രഹസ്യമായി യാത്ര തിരിക്കുന്നു. ലാനിസ്റ്ററുകളും സ്റ്റാർക്കുകളും അടങ്ങുന്ന രാജസംഘം വിശ്രമത്തിനായി ഒരിടത്ത് തങ്ങിയിരിക്കുകയാണ്. സാൻസ ഒരാളുടെ ദേഹത്ത് അറിയാതെ തട്ടുന്നു. പെട്ടെന്ന് ജോഫ്രി അവിടേക്ക് കടന്നുവന്നു. ഹൗണ്ടിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു, ഈ പട്ടി നിന്നെ പേടിപ്പിച്ചോ? ഇവിടുന്ന് പോടാനായേ എന്നവൻ പറയുന്നു. ഹൗണ്ട് പോയ ശേഷം ജോഫ്രി സാൻസയോട് വളരെ സ്നേഹത്തിൽ പെരുമാറി. ഇതേസമയം നദിക്കരയിൽ ആര്യയും ഒരു കശാപ്പുകാരന്റെ മകൻ മൈക്കയും തടിവാളുകൾ കൊണ്ട് പയറ്റ് പരിശീലിക്കുകയാണ്. അവിടേക്ക് സാൻസയും ജോഫ്രിയും വരുന്നു. ജോഫ്രി അഹങ്കാരത്തോടെ ചോദിച്ചു, നീ ഏതാടാ ചെറുക്ക? മൈക്ക പേടിയോടെ നിന്നു. സാൻസ പറഞ്ഞു, അവൻ കശാപ്പുകാരന്റെ മകനാണ്. ഇതുകേട്ട ആര്യ പറഞ്ഞു, അവൻ എന്റെ കൂട്ടുകാരനാണ്. ജോഫ്രി മൈക്കയുടെ അടുത്തേക്ക് നടന്നു. ജോഫ്രി അവനോട് ചോദിച്ചു, ഒരു കശാപ്പുകാരന്റെ മകന് പടയാളിയാകണോ? ജോഫ്രി തന്റെ വാൾ പുറത്തെടുത്തു. തന്റെ മൂർച്ചയുള്ള വാൾ കൊണ്ട് മൈക്കയുടെ കവിളിൽ വരഞ്ഞു. ചോര പൊടിഞ്ഞു. ഇത് കണ്ട് സഹിക്കാതെ ആര്യ തന്റെ കയ്യിലിരുന്ന വടികൊണ്ട് ജോഫ്രിയുടെ പുറത്ത് ആഞ്ഞടിച്ചു. ജോഫ്രി ദേഷ്യത്തോടെ പറഞ്ഞു, വൃത്തികെട്ടവളെ. സാൻസ പേടിച്ചു വിറച്ചു. ജോഫ്രി വാളുമായി ആര്യയെ കൊല്ലാനടുത്തു. പെട്ടെന്ന് ആര്യയുടെ ചെന്നായ നൈമീരിയ കുറ്റിക്കാട്ടിൽ നിന്ന് ചാടി വീണു. അത് ജോഫ്രിയുടെ കയ്യിൽ കടിച്ചുപിടിച്ചു. ജോഫ്രി നിലവിളിച്ചു. ആര്യ ആ തക്കം നോക്കി ജോഫ്രിയുടെ വാൾ പിടിച്ചുവാങ്ങി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. നൈമീരിയ ജോഫ്രിയെ വിട്ടുമാറി. ആര്യ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. നൈമീരിയയെ അവിടെ നിർത്തിയാൽ അവർ അതിനെ കൊല്ലുമെന്നറിയാവുന്നതുകൊണ്ട് ആര്യ അതിനെ കല്ലെറിഞ്ഞ് ഓടിച്ചുവിടുന്നു. പക്ഷേ ആര്യയെ കണ്ടുപിടിച്ച് രാജാവിന്റെ മുൻപിലെത്തിക്കുന്നു. ജോഫ്രി പച്ചക്കള്ളം പറയുന്നു, ആര്യയും ആ പയ്യനും കൂടി തന്നെ ആക്രമിച്ചു എന്ന്. പക്ഷേ ആര്യ സത്യം പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന്. ആര് പറയുന്നത് വിശ്വസിക്കണം എന്നറിയാതെ റോബർട്ട് ദൃക്സാക്ഷിയായ സൻസയോട് ചോദിക്കുന്നു. സൻസ ആകെ പെട്ടുപോയി. ജോഫ്രിയെ വിവാഹം കഴിക്കേണ്ടതുകൊണ്ട് അവൾ നുണയും പറയുന്നില്ല, സത്യവും പറയുന്നില്ല. സൻസ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇത് കേട്ട ആര്യയ്ക്ക് നിയന്ത്രണം വിട്ടു. അവൾ സൻസയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നെഡ് സ്റ്റാർക്ക് ശബ്ദമുയർത്തി പറഞ്ഞു, ആര്യ, നിന്നോട് മതിയാക്കാനാണ് പറഞ്ഞത്. സെർസി വെറുപ്പോടെ ആര്യയെ നോക്കി. ഇത് കണ്ട റോബർട്ട് പറഞ്ഞു, നിന്റെ മകളെ മര്യാദ പഠിപ്പിക്കണം. ഞാൻ എന്റെ മകനെയും പഠിപ്പിക്കാം. ഇത് പറഞ്ഞു റോബർട്ട് അവിടെ നിന്ന് പോകാൻ നേരം സെർസി ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചെന്നായോ, നിങ്ങളുടെ മകനെ ആക്രമിച്ച ആ മൃഗത്തിന്റെ കാര്യമോ? അവിടെയുണ്ടായ പടയാളി പറഞ്ഞു, പ്രഭു, ആ ചെന്നായയുടെ പൊടിപോലും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് കേട്ട് സെർസി പറഞ്ഞു, നമുക്ക് മറ്റൊരു ചെന്നായുണ്ടല്ലോ. സെർസി ഉദ്ദേശിച്ചത് സാൻസയുടെ ചെന്നായയായ ലേഡിയെയാണ്. നെഡ് ഞെട്ടിപ്പോയി. നെഡ് രാജാവിനെ നോക്കി, ഇതങ്ങയുടെ കൽപ്പനയാണോ? റോബർട്ട് മറുപടി പറയാതെ തലതിരിച്ചു. സാൻസ കരഞ്ഞപേക്ഷിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. ലാനിസ്റ്ററുകളുടെ ക്രൂരത നെഡ് തിരിച്ചറിയുന്നു. ലേഡിയെ കൊല്ലാൻ ആ കശാപ്പുകാരനെ ഏൽപ്പിക്കുന്നു.
എന്നാൽ നെഡ് പറഞ്ഞു, ദ വുൾഫ് ഈസ് ഓഫ് ദ നോർത്ത്, ഷീ ഡിസേർവ്സ് ബെറ്റർ ദാൻ എ ബുച്ചർ. അവൾ വടക്കു നിന്നാണ്, അവൾ അർഹിക്കുന്നത് മാന്യമായ മരണമാണ്. അവളെ ഞാൻ തന്നെ കൊന്നോളാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പുറത്ത് ജോഫ്രിയുടെ ബോഡിഗാർഡായ ദി ഹൗണ്ട് ആ പാവം കശാപ്പുകാരന്റെ മകനായ മൈക്കായെ കൊന്ന് കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നു. വളരെ വേദനയോടെ നെഡ് സ്റ്റാർക്ക് ലേഡിയുടെ അടുത്തു ചെന്ന് അവളെ തലോടി. തനിക്കു വേറെ ഒരു മാർഗവുമില്ലാത്തതുകൊണ്ടുതന്നെ നെഡ് അരയിൽ നിന്ന് കത്തിയെടുത്ത് ലേഡിയെ കൊല്ലുന്നു. നെഡ് ലേഡിയെ കൊന്ന അതേ നിമിഷം തന്നെ കിലോമീറ്ററുകൾക്കപ്പുറം വിന്റർഫെല്ലിൽ ബ്രാൻ കണ്ണു തുറക്കുന്നു. ബ്രാൻ കണ്ണു തുറക്കുന്നത് കാണിച്ചാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ബ്രാൻ ഉണർന്നു. ലേഡിയുടെ മരണം സ്റ്റാർക്ക് കുടുംബത്തിനേറ്റ ആദ്യത്തെ ആഘാതമാണ്. ജോൺ സ്നോ വോളിൽ എത്തുമ്പോൾ എന്താകും സംഭവിക്കുക? ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഏറ്റവും വെറുപ്പ് തോന്നിയ കഥാപാത്രം ആരാണ്? ജോഫ്രിയാണോ സെർസിയാണോ? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in the next episode.